ഹായ് കൂട്ടുകാരെ, നമുക്കിന്ന് കാപ്പിപ്പൊടി വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിനായി നല്ല പഴുത്ത കാപ്പിക്കുരു പലതവണ വെയിലത്തിട്ട് ഉണക്കിയെടുത്തതാണ്. ഇത് കുത്തിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഒലക്കയും ഉരലുമാണ്. ഇത് നന്നായിട്ട് കുത്തിച്ചെടുക്കുന്നത് ഇതിൻ്റെ തൊണ്ടും അതിൻ്റെ കുരുവും തമ്മിൽ സെപ്പറേറ്റ് ആയി വരാനായിട്ടാണ്. എന്നിട്ട് ഇതിനെ നമുക്കൊരു മുറത്തിലിട്ട് നന്നായിട്ട് പേറ്റിയെടുക്കാം. പേറ്റി കഴിയുമ്പോൾ ഈ കുരുവും അതിൻ്റെ തൊണ്ടും നമുക്ക് വേവിച്ചെടുക്കാം. അതിനുശേഷം നല്ലൊരു പാത്രം എടുത്ത് ചൂടായിട്ട് അതിലേക്ക് നമുക്ക് കാപ്പിക്കുരുവിനെ വറുത്തെടുക്കാം. ഏകദേശം 25 മുതൽ 30 മിനിറ്റ് വേണ്ടി വരും. നല്ല കാപ്പിയുടെ കളറാകുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ചുക്ക്, ഏലക്ക, ജീരകം, കുറച്ച് ഉലുവ, ഇതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഇതും കൂടെ ചേർത്ത് നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. ഇങ്ങനെ നന്നായിട്ട് ചൂടാക്കുമ്പോഴാണ് അത് പിന്നെയും നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടുകയുള്ളൂ. ചൂടോടുകൂടി തന്നെ നമ്മൾ ഉരലിലേക്ക് പിന്നെയും ഇട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. ഇത് ചൂടോടുകൂടി ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടും. ഇതിന് വേണമെങ്കിൽ നമുക്ക് മിക്സി ഉപയോഗിക്കാം. മിക്സിയിലിട്ടാലും നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. ഇത് ഏകദേശം ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ ഇതുപോലെ പൊടിച്ചെടുക്കാനായിട്ട് സമയം വേണ്ടി വരും. അതിനുശേഷം നമുക്കൊരു അരിപ്പ എടുത്ത് ഈ പൊടിച്ച കാപ്പിപ്പൊടിയെ നന്നായിട്ട് അരിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് കാപ്പിപ്പൊടി നന്നായിട്ട് കിട്ടുകയും ചെയ്യും. അതിൻ്റെ തരിതരി നമുക്ക് രണ്ടാമത് മിക്സിയിലിട്ട് വേണമെങ്കിൽ പൊടിച്ചെടുക്കുകയും ചെയ്യാവുന്നതാണ്. അങ്ങനെ സ്വാദിഷ്ടമായിട്ടുള്ള കാപ്പിപ്പൊടി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് സമയം നമ്മൾ മെനക്കെട്ടാലും നമുക്ക് വളരെ രുചിയോടുകൂടി തന്നെ കാപ്പി കുടിക്കാം. അതിനുശേഷം ഞങ്ങൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ അര സ്പൂൺ പൊടി ഇട്ടിട്ട് പഞ്ചസാരയിട്ട് കാപ്പി പഞ്ചസാര വീഡിയോ